ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിയന്തര യോഗം ഇന്ന് ചേരും. അജണ്ട നിശ്ചയിക്കാതെ ചേരുന്ന യോഗത്തിൽ ഹൈക്കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടിൽ അന്തിമ തീരുമാനമെടുക്കും. അതിനിടെ 1998 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിഞ്ഞിട്ടുണ്ടെന്ന് ദേവസ്വം മുൻ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ സമ്മതിച്ചതാണ്. ഇതിനിടെയാണ് ഇന്ന് അടിയന്തര ബോർഡ് യോഗം ചേരുന്നത്. 2019 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഇടപാടുകളും ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. പറ്റുമെങ്കിൽ പോലീസിനും പരാതി നൽകാനാണ് ആലോചന. ഇതിനിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 1998 തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യതയെന്ന് തിരുവിതാംകൂർ ദേവസ്വം മുൻ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിജയമല്ലയ്യ വന്ന് ചെമ്പ് കോട്ട് ചെയ്തിട്ടാണ്, ചെമ്പ് പാളി പതിച്ചിട്ടാണ് സ്വർണം പതിച്ചത്. അതുവരെ ശ്രീകോവിലിന്റെ മേളിലെ ചെമ്പുള്ളൂ. ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചെമ്പില്ല അതുവരെ. അപ്പം ഇത് ചെമ്പായിട്ടുണ്ട് എങ്കിൽ 98 ഇത് ചെമ്പ് പാളി തറച്ചിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അതിൽ സ്വർണവും ഇത് വെച്ചിട്ടുണ്ട്. 98 മുമ്പ് വരെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണമോ ചെമ്പോ പൂശിയിരുന്നില്ല. ചെമ്പ് പൂശുന്നത് സ്വർണം പതിപ്പിക്കാനായാണെന്നും CR രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല, സ്വർണ്ണപ്പാളികൾ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനിടയായതിലെ വീഴ്ചയെയും CR രാധാകൃഷ്ണൻ വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവ് ബോർഡിനെ അറിയിക്കാത്ത നിയമവിഭാഗത്തിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. കോടതി ഈ വിധി പുറപ്പെടുവിക്കുമ്പോൾ അവിടെ ദേവസ്വം ബോർഡ് വക്കീൽ പ്രസന്റ് ആണെങ്കിൽ ദേവസ്വം ബോർഡ് അറിഞ്ഞു എന്ന പ്രസംഷനാണ് അവിടെ വരുന്നത്. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ബോർഡ് പറയാൻ തുടങ്ങിയാൽ, പ്രസിഡന്റ് പറയാൻ തുടങ്ങിയാൽ, പ്രസിഡന്റ് വലിയ ഒരു അനാസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇത്രയും പണം ദേവസ്വം ഫണ്ടിൽ നിന്ന് ഈ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടി ചെലവാക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഉത്തരവ് സമയത്ത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആർക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല. കോടതിയിലും അത് നിലനിൽക്കും. വിവാദങ്ങൾക്കിടെ ശബരിമല, മാളികപ്പുറം ദേവസ്വങ്ങളിലെ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കാനുള്ള അഭിമുഖവും ഇന്നും നാളെയുമായി നടക്കും. തിരുവനന്തപുരത്തെത്തിയ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.